ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അങ്ങനെ രാധികയ്ക്ക് തന്നോടുള്ള ഇഷ്ടം രാധികയെ കൊണ്ട് തന്നെ തുറന്നു പറയിപ്പിക്കുമെന്ന് ജയഭാരതിയമ്മയോട് ബെറ്റ് വെച്ചിരിക്കുകയാണ് വരുൺ. അതിന്റെ ഭാഗമെന്നോണം നിരാഹാര സമരത്തിലാണ് വരുൺ ഇപ്പോൾ. പത്മിനി വരുണെ ആഹാരം കഴിക്കാൻ വിളിക്കുന്നുണ്ടെങ്കിലും ഇവിടെയെങ്കിലും എനിക്കല്പം സമാധാനം തരാൻ പറഞ്ഞുകൊണ്ട് പത്മിനിയോട് ദേഷ്യപ്പെടുകയാണ് വരുൺ. തുടർന്ന് പത്മിനി വിഷമത്തോടെ മുറിയിൽ നിന്ന് പോകുമ്പോൾ മറഞ്ഞു നിന്ന് വിഷമത്തോടെ വരുണിനെ നോക്കുകയാണ് രാധിക. അങ്ങനെ പത്മിനി പോയി കഴിയുമ്പോൾ രാധിക വരുണിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്തിനാ ഇങ്ങനെ നിരാഹാര സമരമൊക്കെ കിടക്കുന്നത്? ആഹാരം കഴിക്കാനായി രാധിക പറയുമ്പോൾ എനിക്ക് തന്നോട് മനസ്സ് തുറന്ന് കുറച്ച് സംസാരിക്കാനുണ്ടെന്നും തനിക്ക് നാളെ ക്ഷേത്രത്തിലേക്ക് വരാൻ പറ്റുമോ എന്നും വരുൺ ചോദിക്കുന്നു. വീണ്ടും രാധിക ആഹാരം കഴിക്കാനായി നിർബന്ധിക്കുന്നുണ്ടെങ്കിലും തൻ്റെ ഇഷ്ടം താൻ എന്നോട് തുറന്നു പറയാതെ ഞാൻ ഒരിക്കലും ആഹാരം കഴിക്കില്ലെന്ന് തീർത്തു പറയുകയാണ് വരുൺ. പിന്നീട് കാണിക്കുന്നത് പിറ്റേന്ന് പുലർച്ചെ ക്ഷേത്രത്തിലേക്ക് പോകുന്ന വരുണിനെയാണ്. വരുൺ പോയി കുറച്ചു കഴിയുമ്പോൾ തന്നെ രാധികയും ക്ഷേത്രത്തിലേക്ക് പോകുന്നു. ഇതെല്ലാം ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കൽപ്പന പ്രിയങ്കയ്ക്ക് സൂചന നൽകുകയും ക്ഷേത്രത്തിലേക്ക് പോകാനായി പറയുകയും ചെയ്യുന്നു. അങ്ങനെ അവർക്ക് പിന്നാലെ തന്നെ പ്രിയങ്കയും കൽപ്പനയും കൂടി ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. രാധികയെ കണ്ടയുടൻ തന്നെ രാധികയെ മാറ്റി നിർത്തി വരുൺ പറയുകയാണ്, ഞാൻ കണ്ടതും പ്രണയിച്ചതും സ്നേഹിച്ചതുമൊക്കെ നിന്നെ തന്നെയായിരുന്നു. എൻ്റെ വീട്ടുകാരാണ് മാറി വന്ന് പെണ്ണ് ചോദിച്ചതും കല്യാണം ഉറപ്പിച്ചതും. പക്ഷേ നിന്റെ കഴുത്തിൽ തന്നെയാ ഞാൻ താലി കെട്ടിയതെന്ന് എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്. ഞാൻ സ്നേഹിച്ചവളെ തന്നെയാ ഞാൻ താലി കെട്ടിയതെന്ന് വരുൺ വീണ്ടും പറയുമ്പോൾ ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് പ്രിയങ്ക. എന്നോടുള്ള പ്രണയം നീ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഞാൻ നീ ആഹാരമേ കഴിക്കുന്നില്ലെന്ന് വരുൺ പറയുമ്പോൾ രാധിക കരഞ്ഞുകൊണ്ട് പറയുകയാണ്, നിങ്ങളാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടിയത്. താലി കെട്ടിയ അന്നു മുതൽ ഞാൻ നിങ്ങളെ എൻ്റെ ഭർത്താവായി മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് പറഞ്ഞ് രാധിക പൊട്ടിക്കരയുമ്പോൾ രാധികയെ ചേർത്ത് പിടിക്കുകയാണ് വരുൺ. അങ്ങനെ വരുണിനോട് ചേർന്ന് നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുന്ന രാധികയാണ് കാണിക്കുന്നത്. അതേസമയം ഇതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രിയങ്ക. അങ്ങനെ പ്രിയങ്ക അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കൽപ്പന പ്രിയങ്കയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഇപ്പം നിനക്ക് സത്യങ്ങളെല്ലാം മനസ്സിലേക്ക് കാണുമല്ലോ. നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ ഇപ്പോൾ അവളെ കൊന്നേനെ എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ ഇതെല്ലാം കേട്ട് രാധികയെക്കുറിച്ചോർത്ത് ദേഷ്യത്തോടെ നിൽക്കുകയാണ് പ്രിയങ്ക. പ്രിയങ്കയ്ക്ക് രാധികയുടെയും വരുണിൻ്റെയും ബന്ധം സ്വീകരിക്കാനാകുമോ, അതോ സുകുമാരിയമ്മയുടെ വാക്ക് കേൾക്കുന്ന പ്രിയങ്കയായി പ്രിയങ്ക മാറുമോ? വരും എപ്പിസോഡുകളിൽ കാത്തിരുന്നു കാണാം. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.